ഓരോ പണി കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വ്യത്യസ്ത എക്സ്പീരിയൻസുകളാണ്. കഴിഞ്ഞ ദിവസം നമുക്കൊരു പണി കിട്ടി, അതും 8ൻ്റെ പണി. ഒരു കസ്റ്റമർ ഒരു വാഹനം സെയിൽ ചെയ്യാനെന്നത് പറഞ്ഞു. വാഹനം കറക്റ്റ് സർവീസ് പോയിട്ടുള്ള വാഹനം, അതും മഹേന്ദ്രയുടെ XUV എന്ന വാഹനം. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. എല്ലാ 10,000 കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പീരിയോഡിക്കലി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അടിപൊളി വാഹനം. കൊച്ചിയിൽ നിന്നായിരുന്നു കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്. ആ വാഹനം ഇങ്ങോട്ടൊരു ഡീലർ മുഖാന്തരം ഇങ്ങോട്ട് എത്തിച്ചു, മലപ്പുറത്തേക്ക് എത്തിച്ചു. വാഹനം നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വാഹനം പ്രത്യക്ഷത്തിൽ ബോഡിയൊക്കെ വളരെ നീറ്റായിട്ടുള്ള വാഹനം, ഒരു ഡാമേജോ പരിക്കോ അല്ലെങ്കിൽ പിന്നെ ലൈനുകളോ ഒന്നും പൊട്ടിയിട്ട് അധികം റീപെയിൻറ്റ് വർക്കോ ഒന്നും കയറാത്ത ഒരു അടിപൊളി വാഹനം. പക്ഷേ നമ്മൾ വാഹനം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ട്രബിൾ ഷൂട്ട്, ഒരു സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ നമുക്ക് ഫീൽ ചെയ്തു. നമ്മളൊന്ന് ത്രോട്ടിൽ കൊടുത്തു നോക്കിയപ്പോഴുകൂടി നമ്മുടെ കിളി പോയി. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വാഹനം വന്ന രാത്രി ഈ പ്രദേശത്തുള്ളവർക്ക് ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങി. എല്ലാ കൊതുവും ചത്തുടങ്ങി അതിൻ്റെ പുക കാരണം. അന്ന് രാത്രിക്ക് തന്നെ ആ വാഹനം ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി. ഇത്തരത്തിൽ പണികൾ നിങ്ങൾക്കും ഏത് നിമിഷവും വരാം. കാരണം ഏതൊരു യൂസർ വാഹനം എടുക്കുന്ന സമയത്തും നിങ്ങൾ വെറും സർവീസ് ഹിസ്റ്ററി മാത്രം നോക്കിയതിന് ശേഷം വാഹനം ഒരിക്കലും എവിടുന്നും പർച്ചേസ് ചെയ്യരുത്. വാഹനം നല്ല രീതിയിൽ ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം അറിയാവുന്ന ഒരാളെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യുക. ഇനി ചില ആളുകൾക്ക് പുറത്തുനിന്ന് നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാതെ പുറത്തുനിന്ന് വാഹനങ്ങൾ എടുക്കലുണ്ട്. എടുത്തതിന് ശേഷം അവർക്ക് ചിലപ്പോൾ സംശയമാണ്, പല ഡൗട്ടുകൾ നമ്മുടെ വിളിച്ച് ചോദിക്കാൻ പല സംശയം. നിങ്ങൾ എന്ത് വിചാരിക്കും? കാരണം നിങ്ങൾ ഇടുന്നല്ലോ വാഹനം എടുത്തിട്ടുള്ളത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട്, വാഹനത്തെ പറ്റി എന്ത് സംശയമുണ്ട്, നിങ്ങൾ വാഹനം ഇൻസ്പെക്ട് ചെയ്ത് തരണോ, നിങ്ങൾ നേരെ ഇങ്ങോട്ട് വന്നോളൂ. അങ്ങോട്ട് നിങ്ങൾ അടുത്തേക്ക് വന്ന് ചിലപ്പോൾ ഇൻസ്പെക്ട് ചെയ്യാൻ ചിലപ്പോൾ സമയം നമ്മൾ സാഹചര്യം ചിലപ്പോൾ അനുവദിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊരു വാഹനം എടുക്കുകയാണെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്ത് തരാനോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് എന്ത് സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേഴ്സണൽ നമ്പർ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏതൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആർക്കും പണികളൊന്നും കിട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനം ക്ലോസ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വാഹനം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളതായതുകൊണ്ട് നമ്മളൊരു വാഹനത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യണമെന്ന് കറക്റ്റ് അറിയുന്നതുകൊണ്ട് ആദ്യം നമ്മൾ ആ എഞ്ചിൻ ഭാഗങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അത് വീക്കാണെന്ന് മനസ്സിലായി. ഓൺ ദ സ്പോട്ട് കിട്ടിയ വാഹനം ഇങ്ങോട്ട് വന്ന വാഹനം അതേ സ്പീഡിൽ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞ് ആ ഡീൽ അവിടെ ക്യാൻസലായി. അപ്പോൾ വാഹനത്തിൻ്റെ നമ്പർ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറി കറങ്ങി തിരിഞ്ഞ് ആ വാഹനം വരുന്നത് ശ്രദ്ധിക്കുക. വർക്ക് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 1 lakh rupees വർക്ക് അതിനകത്ത് ഒരു മൊത്തം എഞ്ചിനെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് വരും. അപ്പോൾ അത് എടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ആ വാഹനം എടുക്കാൻ നിൽക്കേണ്ട. ഒരു അടിപൊളി S-Cross, അതും 1.6 ഡീസൽ എഞ്ചിന് കാല് വെച്ച് കഴിഞ്ഞാൽ പറക്കണ എക്സ്പീരിയൻസ്, അതായത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനം. 1.6 എഞ്ചിനിൽ ഇരുന്ന ഈ 2016 മോഡൽ നിൽക്കുന്ന S-Cross അൽഫ എന്ന വേരിയൻ്റ് ഇരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL08 തൃശ്ശൂർ രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ്. സാധാരണ S-Cross വാഹനങ്ങൾ 1.4 ലിറ്റർ വരുന്ന ഡീസൽ എഞ്ചിനുകളാണ് സാധാരണ നമ്മൾ നിരത്തിൽ കണ്ടിട്ടുള്ളത്. റയർ പീസായിട്ട് വരുന്ന റേറ്റാണ് 1.6. 1.6 ആകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഷുറൻസ് എമൗണ്ട്, ടാക്സ് എമൗണ്ട് കുറച്ച് കൂടെങ്കിൽ പോലും നമുക്ക് റോഡിൽ ആ ഒരു റൈഡിങ് കംഫർട്ട് വാഹനം വേറെ ലെവൽ തന്നെ നമുക്കൊരു ആസ്വാദകരായിട്ട് ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ എഫക്റ്റിൽ നമുക്ക് വാഹനം റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 1.6 ഡീസൽ എഞ്ചിൻ S-Crossൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അൽഫ എന്നിവൻ്റെ അതുകൊണ്ട് തന്നെ ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഹോട്ട് ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നു. പിന്നെ അതേപോലെ 4 ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ഓൾമോസ്റ്റ് 90% ആവുമ്പോൾ ടയർ കണ്ടീഷൻ നിൽക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് എഞ്ചിനോ കാര്യങ്ങൾക്കൊന്നും ഓയിലടി അല്ലെങ്കിൽ സ്മോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെരിഫൈ ചെയ്തിട്ടുള്ള, ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാവിധ അനാലിസും ചെക്കിങ്ങും ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,80,000 രൂപക്ക്. ഓൾമോസ്റ്റ് 5.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ പെർഫോമൻസിന് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നല്ല യാത്രാ കംഫർട്ട്, അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള SUV സെഗ്മെൻറ്റിൽ നിന്ന് വാഹനങ്ങൾ അന്വേഷിച്ച് എടുക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ബുക്കിങ്ങിനും മറ്റ് ആവശ്യങ്ങളും കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ടിപ്സ്, ട്രിക്സ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാലും ഇതുപോലത്തെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുള്ളൂ.